ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാവുന്ന ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഏതാണ് എന്നതിനെ കുറിച്ചിട്ടാണ്. അതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണ് എന്നതിനെ കുറിച്ചിട്ടാണ്. നമ്മൾക്കറിയാം, ഒട്ടുമിക്ക എല്ലാ ആൻറ്റിവൈറസുകളും 1 മാസം അല്ലെങ്കിൽ 3 മാസത്തേക്ക് ഫ്രീ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് പുതിയ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറൊക്കെ വാങ്ങുമ്പോൾ ചില മെക്കാഫെ പോലുള്ള അല്ലെങ്കിൽ കാസ്പെർസ്കി പോലുള്ള കമ്പനികളൊക്കെ 1 മാസത്തേക്കുള്ളോ അല്ലെങ്കിൽ 1 വർഷത്തേക്കുള്ളോ 3 മാസത്തേക്കുള്ളൊക്കെ അവരുടെ ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി അല്ലെങ്കിൽ അവരുടെ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. അല്ലാതെ ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കുന്ന കുറേ സോഫ്റ്റ്വെയറുകളുണ്ട്. അതിലേറ്റവും ബെസ്റ്റ് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ 2009 മുതൽ ഇങ്ങോട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു സോഫ്റ്റ്വെയറാണ് അവാസ്റ്റ് എന്ന് പറയുന്നത്. എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. അപ്പോൾ ആദ്യം ഞാൻ ഉപയോഗിക്കുന്ന സമയത്ത് ഞാനൊരു മൊബൈൽ ഷോപ്പിൽ ഇതേപോലെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവാസ്റ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പ്രൊട്ടക്ഷൻ ലഭിക്കുമെങ്കിലും ഈ പറയുന്ന ഏറ്റവും നമ്മളെ കമ്പ്യൂട്ടറിനെ വൈറസ് ബാധിക്കുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് USB ഡ്രൈവ് കണക്ട് ചെയ്യുന്നതാണ്. അത് നമ്മൾ വേറെ ഏതെങ്കിലും കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത ഡ്രൈവ് കൊണ്ടിട്ട് നമ്മുടെ ഫോണിൽ കുത്തുക എന്നുള്ളതാണ് ഏറ്റവും നമ്മളെ കമ്പ്യൂട്ടറിലേക്ക് വൈറസ് കയറാനുള്ള ചാൻസ് കൂടുതൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇൻ്റർനെറ്റ് സോഫ്റ്റ്വെയറിൻ്റെ അല്ലെങ്കിൽ ഒരു ആൻറ്റിവൈറസിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ കണ്ടമാനം സൈറ്റുകളിൽ കയറുക. അതായത് നല്ല നല്ല സൈറ്റ്, ഫേസ്ബുക്ക്, ഗൂഗിള് പോലുള്ള സൈറ്റുകളിൽ കയറാതെ സിനിമ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ക്രാക്ക് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഗെയിംസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കണ്ടമാനം സൈറ്റിൽ കയറും. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇതുപോലത്തുള്ള വൈറസുകളും മാൽവെയറുകളൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിൽ കയറുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള എല്ലാ പരിപാടികളിൽ നിന്നും പ്രൊട്ടക്ഷൻ നൽകാൻ ഏറ്റവും ബെസ്റ്റുള്ള സോഫ്റ്റ്വെയറാണ് അവാസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ USB കാര്യത്തിൽ ഒട്ടുമിക്ക എല്ലാ ആൻറ്റിവൈറസുകളും പരാജയപ്പെടുന്ന ഒരു വിഭാഗമാണ് USB ഡ്രൈവ് അല്ലെങ്കിൽ ഫ്ലാഷ് ഡ്രൈവ്, അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക്. ഇപ്പം പോർട്ടബിൾ ഹാർഡ് ഡിസ്ക് ഉണ്ട്. ഇത്തരത്തിലുള്ള പോർട്ടബിൾ ഹാർഡ് ഡിസ്കും USB ഉപയോഗിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൊട്ടക്ഷൻ ഈ പറയുന്ന അവാസ്റ്റ് സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റും. നല്ലൊരു സോഫ്റ്റ്വെയറാണ്, വിശ്വസിച്ച് ഉപയോഗിക്കുക. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസുകൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് അവാസ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഇവിടെ അവാസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, AVAST. ഓക്കെ, അവാസ്റ്റ് ആൻറ്റിവൈറസ് ഇങ്ങനെ വരും. അത് സെലക്ട് ചെയ്യാം. അവിടെ വെബ്സൈറ്റ് ഉണ്ട്, ഇവിടെ സ്പോൺസർഡ് പറഞ്ഞിട്ട് അവരുടെ പരസ്യമുണ്ട്. അതിലാണ് ഡയറക്റ്റ് എങ്ങനെയായാലും ഓക്കെ. നമ്മളപ്പം ഈ ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഫ്രീ ഡൗൺലോഡ് പറഞ്ഞിട്ട് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഫ്രീ ആൻറ്റിവൈറസ് ഫസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ചെറിയ ഫയലാണ് ഡൗൺലോഡ് ആവാം. ഞാൻ കാണിച്ചു തരാം. ഓൾമോസ്റ്റ് 10 എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം 257 KB സൈസുള്ള ഒരു ചെറിയൊരു ഫയൽ ഡൗൺലോഡ് ആവും. പിന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ബാക്കിയുള്ളത് ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് ആയതിനു ശേഷം ഇതിൻ്റെ ഒരു സ്കാനിങ് പ്രോസസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്കിങ്ങനെ വരും. അപ്പോൾ അതിൽ സ്മാർട്ട് സ്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് വരിക. കണ്ടില്ലേ, ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ട് വരുന്നത് സ്കാനിങ് എന്നിട്ട് കാണിക്കും. അതിനുശേഷം ഈ ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞ സമയത്ത് നമ്മളോട് പറയും നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഈ ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, അപ്പോൾ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയും. അങ്ങനെ ഓപ്ഷൻ വരും, റീസ്റ്റാർട്ട് ആവണമെന്നില്ല, അത് ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സാധാരണ സെറ്റിങ്സ് എടുത്തിട്ട് ഇവിടെ നമ്മൾ പവർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ റീസ്റ്റാർട്ട് കൊടുക്കാം, അങ്ങനെയും ചെയ്യാം. ഓക്കെ, എന്നിരുന്നാലും ഒരു വട്ടം റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച് സ്പെക്കുള്ള കമ്പ്യൂട്ടർ തന്നെയാണ്. i7 8 Gen ആണ് ഉപയോഗിക്കുന്നത് പ്രോസസ്സർ. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ റാം ഉള്ളത് 16 GB ആണ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുക എൻ്റെ കയ്യിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന റാം എന്ന് പറയുന്നത് 16 GB ആണ്. 15.9 16 GB ആണ്. അപ്പോൾ അതിൽ പകുതി GB ഇപ്പം ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം വെച്ചാൽ ഞാനിവിടെ ഡാവിഞ്ചി റിസോൾവ് എന്നുള്ള എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ റാം കുറഞ്ഞ, അതായത് ഒരു 2 GB ഒക്കെ റാമുള്ള ചെറിയ കമ്പ്യൂട്ടർ ആണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ 141 MB ഒരു 100 MB. അങ്ങനെ അവാസ്റ്റിൻ്റെ തന്നെ 2 ഫയലുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലാതെയും ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് നെയിമിൻ്റെ ബേസിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം അവാസ്റ്റ് വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ 1 2 3 4 5 അവരുടെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഉപയോഗിക്കുന്ന MB ഇവിടെ കാണിക്കുന്നുണ്ട്. 21 MB 81 MB 1.5 MB പിന്നെ 25 MB 149 MB. അപ്പോൾ എല്ലാം കൂടി ഒരു 350 MB എടുക്കൽ ഈ അവാസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ആവശ്യത്തിനുള്ള ഒരു റാം ഉണ്ടെങ്കിലാണ് ഇത്രയും ഈ പ്രോസസ്സിനുള്ള റാമും കൂടി വേണം. നിങ്ങളുടെ 2 GB 4 GB ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എന്താ പറയുക, ഇത്തരത്തിലുള്ള ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഏതായിക്കോട്ടെ റൺ ചെയ്യുമ്പോൾ കുറച്ചും കൂടി പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് ലാഗ് ഫീൽ ചെയ്യും.
എനിക്ക് ഇപ്പോൾ അത്യാവശ്യം നല്ല ഞാനൊരു 4GB ഉപയോഗിക്കുമ്പോൾ എനിക്ക് അത്ര ഫീൽ ചെയ്തില്ല. പക്ഷേ 2GB നല്ലോണം ഫീൽ ചെയ്യും. പിന്നെ ഇതാണ് അതിൻ്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇവിടുന്ന് സ്കാൻ ചെയ്യാം. പിന്നെ എന്താ പറയുക, നിങ്ങൾക്കിപ്പം എന്തെങ്കിലും ഡിവൈസ് സ്കാൻ ചെയ്യണമെങ്കിൽ നമ്മുടെ മൈ കമ്പ്യൂട്ടർ സാധാരണ ഓപ്പൺ ചെയ്യുന്ന പോലെ ഓപ്പൺ ചെയ്യാം. ഇതിൽ റൈറ്റ് ക്ലിക്ക് കൊടുത്ത് ഇവിടെ സ്കാൻ എന്നുള്ള ഓപ്ഷൻ കാണും. ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ ജസ്റ്റ് സ്കാൻ ചെയ്ത് കാണിച്ചിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു സിപ്പ് ഫയലോ ഫോൾഡറോ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അവിടെ സ്കാൻ കൊടുക്കുക. ഓക്കെ, അത് സ്കാൻ ആയിട്ടുണ്ട്. സ്കാനിലും അതിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ റിപ്പോർട്ട് നമുക്ക് അപ്പോൾ തന്നെ കാണാൻ വേണ്ടി പറ്റും. പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഞാൻ പറയുന്ന സെറ്റിങ്സ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സെറ്റിങ്സ്. ഞാൻ സെയിം ചെയ്തിട്ടുണ്ടല്ലോ, സെയിം വേണമെങ്കിൽ ചെയ്യാം. എങ്ങനെയായാലും ഫ്രീ തന്നെയാണ്. സെറ്റിങ്സ് എടുക്കുക. അതിൽ ഇവിടെ ഈ ജനറൽ അപ്ഡേറ്റിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് കണ്ടില്ലേ, അതായത് എൻ്റെ ഈ അവാസ്റ്റിൻ്റെ സോഫ്റ്റ്വെയർ ഇത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. ഇത് ഞാൻ ലാസ്റ്റ് ഒക്ടോബർ മാസം 2023 ഇത് അപ്ഡേറ്റ് ചെയ്തത്. അതിനുശേഷം ഞാൻ അപ്ഡേറ്റ് കൊടുത്തിട്ടില്ല, ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പം ഈ സോഫ്റ്റ്വെയർ നമ്മൾക്ക് ഒരു 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷം കൂടുമ്പോൾ ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഈ സംഭവം ഇത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം. ഓക്കെ, എൻ്റെതിപ്പോൾ ഇന്ന് 9-ാം തീയതിയാണ്, ജനുവരി 9. ഇന്ന് വൈകുന്നേരമാണ് ഇതിപ്പോൾ ലാസ്റ്റ് അപ്ഡേറ്റ് ആയത്. ഓക്കെ, അപ്പം ഈ സംഭവം എന്തായാലും നിങ്ങൾ ഓൺ ചെയ്തിരിക്കണം. ഇത് ഓഫ് ചെയ്യാൻ പാടില്ല. ഇവിടെ ഇപ്പോൾ ഞാനിവിടെ ഐ വിൽ അപ്ഡേറ്റ് മാനുവലി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് മൈ വൈറസ് ഡെഫിനിഷൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ മെയിൻ പറഞ്ഞ കാര്യം. നമ്മൾ ഇതിലേക്ക് പുതിയ പുതിയ വൈറസിൻ്റെ അപ്ഡേറ്റുകൾ, അതായത് ഏതൊക്കെ വൈറസുകൾ ഇറങ്ങിയിട്ടുണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് അറിയുന്ന സംഭവങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. അപ്പോൾ ഇത് നിർബന്ധമായി നിങ്ങൾ ചെയ്തിരിക്കുക. പിന്നെ ഇൻ്റർനെറ്റ് എന്തായാലും വേണം. ഇൻ്റർനെറ്റ് ഉണ്ടാകുന്ന ഏറ്റവും നല്ലത്, കാരണം ഡെയിലി ഇതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടുകയും ചെയ്യാം. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. വെറുതെ ഇത് അവിടെ വൈറസ് ഉണ്ട് ഇവിടെ വൈറസ് ഉണ്ട് എന്നൊന്നും പറഞ്ഞു വരില്ല. നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ വെക്കാൻ വേണമെങ്കിൽ വെച്ച് പുറത്തിടാം. ഓക്കെ, അപ്പം ഇത് നോർമലായിട്ട് ഇവിടെ കിടക്കും, വേറെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. കാര്യമായിട്ട് ഇപ്പം നമ്മളിപ്പം എന്തെങ്കിലും വെബ്സൈറ്റിൽ കയറുമ്പോൾ ത്രെറ്റ് വരും, ഇത് ഇങ്ങനെ കാണിക്കും, ഈ വെബ്സൈറ്റിൽ കയറാൻ പറ്റില്ല, ഇത് വൈറസ് ആണെന്ന് പറഞ്ഞിട്ട് അത് ക്ലോസ് ആവും. അതുപോലെ തന്നെ എന്തെങ്കിലും വൈറസുള്ള ഫയലുകൾ അൺസിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്നാൽ അവിടെ അത് ക്രാക്ക് ആവും. അതുപോലെ തന്നെ USB ഇട്ട് കഴിഞ്ഞാൽ അതും ഡിറ്റക്ട് ചെയ്യും. അങ്ങനെ ഫ്രീ കിട്ടുന്ന സോഫ്റ്റ്വെയറിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആണിത്. നമ്മുടെ ഹാക്കിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്ന മല്ലു ഡിസ്കവറി എന്നൊരു ചാനലുണ്ട്. അതിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഇതാണ് ബെസ്റ്റ് സോഫ്റ്റ്വെയർ എന്ന്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ പണ്ട് മുതലേ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ സോഫ്റ്റ്വെയർ പണ്ട് എൻ്റെ വീട്ടിൽ നെറ്റൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ ഇങ്ങനെ ഈ സോഫ്റ്റ്വെയർ സൂക്ഷിക്കുന്നതിൽ ആൻറ്റി വൈറസ് എഴുതിയിട്ട് നമ്മൾ അതിലിട്ട് വെക്കുമായിരുന്നു, ഇതും ഇതിൻ്റെ ഡാറ്റാബേസും ഒക്കെ. ഇപ്പം പിന്നെ ഇൻ്റർനെറ്റ് എല്ലായിടത്തും വന്നതുകൊണ്ട് ഇപ്പം അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഞാൻ പണ്ടൊക്കെ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലൊരു സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുക. പിന്നെ എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള കാര്യം വെച്ചാൽ നിങ്ങൾ മാക്സിമം മറ്റുള്ള ആൾക്കാരുടെ ഹാർഡ് ഡ്രൈവ്, USB ഒന്നും കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാതിരിക്കുക. അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. പിന്നെ നിങ്ങൾക്ക് ഒരു സോഫ്റ്റ്വെയർ, നിങ്ങളിപ്പം യൂട്യൂബറോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു പരിധി വെക്കുക. സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ നിങ്ങളുടെ മെയിൻ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയറിന് പരിധി വെക്കുക. മാക്സിമം ക്രാക്ക് ഇല്ലാത്ത സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിക്കുക. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഡാവിഞ്ചി റിസോൾവ് എന്നുള്ളതാണ്, ഫ്രീ വേർഷനാണ്. അത്യാവശ്യം എല്ലാ സംഭവങ്ങളും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ നിങ്ങൾ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. നല്ലൊരു സോഫ്റ്റ്വെയർ ആണ്. അപ്പം നിങ്ങൾക്ക് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാൻ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും അവോസ്റ്റ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഒരു ഏകദേശം ഒരു ഉദ്ദേശം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. നല്ല സോഫ്റ്റ്വെയർ, റെക്കമെൻഡ് സോഫ്റ്റ്വെയർ ആണ്. പിന്നെ പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയറിന് ഡെയിലി അല്ലെങ്കിൽ 1.5 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഡെയിലി തന്നെ ഇതിൻ്റെ എന്താ പറയുക വൈറസിൻ്റെ ഡാറ്റാബേസ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. കാരണം ഓരോ മണിക്കൂറിലും പുതിയ പുതിയ വൈറസുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇവരെ ലാബിലേക്ക് ആ വൈറസിൻ്റെ കാര്യങ്ങൾ എത്തിച്ചേരുന്നതോടൊപ്പം തന്നെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡാറ്റാബേസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഒരു പോലീസ് സ്റ്റേഷൻ നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ അവിടെയുള്ള ആ നാട്ടിലെ കള്ളന്മാരുടെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ കള്ളന്മാരെ കൃത്യമായിട്ട് പിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു ഡീറ്റെയിൽസ് ഇല്ലാത്ത ഒരാളെ കൊണ്ടുപോയിട്ട് പിന്നെ ചെക്ക് ചെയ്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കളവ് നടക്കുകയുണ്ടായി. അപ്പം കളവ് നടന്ന രീതി അപ്പം നമ്മൾ റിപ്പോർട്ട് ചെയ്യും. ഇന്ന വിധത്തിൽ ഇപ്പം അടുക്കള വാതിൽ പൊളിച്ചിട്ടാണ് കയറിയിരിക്കുന്നത്, സ്വർണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ, ക്യാഷ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ ക്യാഷ് മാത്രം എടുക്കുന്നു, സ്വർണ്ണം എടുക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസുകളൊക്കെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പം മറ്റുള്ള പോലീസുകാർക്ക് ഒരു കേസ് കണ്ടെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ വൈറസുകൾക്കും അതിൻ്റേതായ അറ്റാക്കിംഗ് രീതിയുണ്ട്. ചിലത് ഫയൽ കറപ്റ്റ് ആക്കുന്നതാണ്, ചിലത് കമ്പ്യൂട്ടർ മൊത്തം ലോക്ക് ആക്കുന്നതാണ്, ചിലത് കമ്പ്യൂട്ടറിന് ഹാർഡ്വെയറിന് പ്രോബ്ലം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഓരോ കമ്പ്യൂട്ടറിനെ ബാധിക്കുന്ന വൈറസുകളുടെ അവരുടെ ശൈലി മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഡാറ്റാബേസ് തയ്യാറാക്കിയിട്ട് ഈ അവാസ്റ്റ് അല്ലെങ്കിൽ എല്ലാ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറും അതിൻ്റെ വൈറസ് ഡാറ്റാബേസ് അപ്ഡേറ്റ് വന്നിരിക്കും. നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ വൈറസ് ഡെഫിനിഷൻസ് ഇതേപോലെ അപ്ഡേറ്റ് ചെയ്തിരിക്കുക, കൃത്യമായിട്ട് എല്ലാ ദിവസവും ചെയ്യണം.
ഇത് ചെയ്തിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെക്കൊണ്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഉപയോഗം ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശവും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുമ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.